പലർക്കും സൗജന്യമായി ലഭിക്കുന്ന ഗ്രേവിയാണ് ആശ്വാസം. കച്ചവടക്കാർക്ക് ഉപഭോക്താവിന്റെ സംതൃപ്തിയാണ് പ്രധാനം. കൊല്ലത്ത് നിന്ന് ഈ ഗ്രേവി കാര്യത്തിൽ എന്താണ് അവർക്കൊക്കെ പറയാനുള്ളതെന്ന് നമ്മളെ കേൾപ്പിക്കാൻ എത്തുന്നു ദിലീപ് ദേവസ്യ. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലത്തുള്ള മങ്ങാട് സെൻറ് ആൻ്റണീസ് ടീ സ്റ്റാളിന് മുൻപിലാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ കട വലിയ തോതിൽ വാർത്തകൾക്ക് ഇടം പിടിച്ച കടയാണ്. കാരണം പൊറോട്ട നൽകാത്തതിന് കടയുടമയുടെ തല തല്ലി പൊട്ടിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് ഈ കടയിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ പരിക്കുപറ്റിയ ചേട്ടനാണ് ഇപ്പോൾ ഉള്ളത്. ചേട്ടാ, നമ്മൾ പൊറോട്ട വാങ്ങിയാൽ ഗ്രേവി കൊടുക്കും? ഗ്രേവി കൊടുക്കും. അല്ലെങ്കിൽ തല വീണ്ടും പൊട്ടുന്ന പിടിച്ചിട്ടാണോ? അല്ലല്ല, നമ്മളെ കൊടുക്കണമല്ല. ഒരു 2-3-4 പൊറോട്ട വെച്ചിട്ട് ബീഫ് കറി പൈസ ഇല്ലെങ്കിൽ എൻ്റെ ഗ്രേവി കറി എന്നുള്ള ഗ്രേവി തന്നെ കൊടുക്കാറുണ്ട്. ചേട്ടാ, പൊറോട്ട കഴിക്കാറുണ്ടോ? കഴിക്കാറുണ്ട്. പൊറോട്ടയ്ക്ക് കറി വാങ്ങുകയാണോ അല്ലെങ്കിൽ കടക്കാരിരുന്ന് ഗ്രേവി വാങ്ങുകയാണ്? കടക്കാരിരുന്ന് ഗ്രേവി അതാണ് നമുക്കൊരു ആശ്വാസം. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ആ ഗ്രേവി ഒരു വലിയ ആശ്വാസമാണ്. പക്ഷേ കോടതി വിധി തീർച്ചയായിട്ടും നിരാശയാണ്. തീർച്ചയായിട്ടും കോടതി വിധി നിരാശയാണെന്ന് പറയുന്നത്. നമ്മളോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന ചേട്ടന്മാരുടെ ചേട്ടാ, കൂലിപ്പണിക്കാർ 10 മണി കാപ്പ് പിടിക്കാൻ പറ്റുമ്പോൾ സാമ്പാറോ വെച്ച് ഗ്രേവി കിട്ടിയാൽ നല്ലത്. എനിക്കും ഇപ്പോൾ പൊറോട്ടയും ഗ്രേവിയുമാണ് കിട്ടിയിരിക്കുന്നത്. നല്ല ചിക്കൻ കറിയുടെ ഗ്രേവിയാണ്. നല്ല മുരിഞ്ഞ പൊറോട്ടയുണ്ട്. ഈ പൊറോട്ടയും ഗ്രേവിയുമാണ് പല ആളുകളുടെയും ആശ്രയം. പെട്ടെന്ന് ഇപ്പോൾ പൊറോട്ടയ്ക്ക് കറിയില്ല എന്ന് പറയുമ്പോൾ ഒരു വേദന തന്നെയാണ്. എന്തായാലും അതൊക്കെ മാറി നല്ല കടക്കാർ പറയുന്നത് കസ്റ്റമറുടെ ആവശ്യപ്രകാരം കറി നൽകുമെന്ന് തന്നെയാണ് ഇവിടുന്ന് എല്ലാവരും പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് എസ് അബൂ താഹിറിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേവസ്യ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.